ഇന്ന് പൊതിച്ചോറാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പൊതിച്ചോറ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് വേണം നടക്കാനായിട്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് പൊതിച്ചോറ് എപ്പോഴും നമുക്ക്. അപ്പോൾ രാവിലെ തന്നെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പോറിഞ്ച്, റാസ്ബെറി, ബനാന, ഹണി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നടക്കാനായിട്ട് പോവുകയാണ് 2-3 മണിക്കൂർ. ഒരു ക്യാമ്പ് സൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകുകയാണെങ്കിൽ വരുമ്പോൾ കഴിക്കാം. അപ്പോൾ അതിനൊരു രുചി കൂടും. അപ്പോൾ കുത്തരി ചോറ് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരി വേവിക്കാനായിട്ട് വെച്ചു. 2 വാഴയില കിട്ടപ്പോൾ തന്നെയുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ അത് റെഡിയാക്കി എടുക്കണമെന്ന്. അപ്പോൾ വാഴയിലൊക്കെ ആദ്യം തന്നെ വാട്ടി വെക്കാം. വലിയ വാഴയിലാണ് 2 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് വീതമുള്ളത് ഓരോന്നിൽ കെട്ടിവെക്കാം. അപ്പോൾ കെട്ടി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ പെട്ടെന്ന് ജോലികൾ ചേർക്കാം. പല കറികളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പം മത്തി വറുത്തതാണ് ആദ്യമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ള മസാല ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുക. ഒരു ബോളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വീതം ചേർക്കണം കേട്ടോ. നല്ല എരിയുള്ള മുളക് പൊടി, സാധാരണ കാശ്മീരി ചില്ലിയും, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. 6 വലിയ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഓയിൽ എന്തിലാണ് വറക്കണതനുസരിച്ച്. ഇവിടെ ഉരുകിയിട്ടില്ല കേട്ടോ ശരിക്കും വെളിച്ചെണ്ണയിലാണ് ഈ പൊടികൾ കുഴിച്ചെടുക്കുന്നത്. എണ്ണയിൽ ചിലപ്പോൾ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കുഴച്ച് യോജിപ്പിക്കുക. മത്തി 6 ഇവിടെ ക്ലീൻ ചെയ്ത് മേടിച്ചാണ്. അതിനകത്തൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അല്പനേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ റെഡിയാക്കി എടുക്കുക. അല്പനേരം മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മത്തി ഇങ്ങനെ ക്ലീനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മത്തിക്ക്. വലിയ മത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഈ മാരിനേഷൻ അതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതവിടെ റെഡിയായിട്ട് ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അത് ഫ്രൈ ചെയ്യാൻ എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ മത്തി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 കറി ലീവ്സ് ഇട്ട് കൊടുക്കുക അടിയിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് വെക്കുക. പെട്ടെന്ന് അടിവശം കരിഞ്ഞു പോകാതിരിക്കും. കറി ലീവ്സിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ മത്തീനെ എൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് അടിപൊളി മണം വരും കേട്ടോ എണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ പൊതിച്ചോറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ട്രെയിൻ യാത്രകളാണ് കേട്ടോ. ദൂരെ യാത്രയ്ക്ക് ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് പൊതിഞ്ഞായിരുന്നു പൊതിച്ചോറ് തുറക്കുമ്പോഴത്തെ മണവും രുചിയൊക്കെ ഒരു വ്യത്യസ്തം തന്നെയാണ്. പക്ഷേ പുറത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് അത് അത്ര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്നും വരണമെന്നില്ല. പക്ഷേ അവർക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കാണിച്ചു കൊടുക്കണമെന്നും ഉണ്ടായിരുന്നു എനിക്ക്. അതാണ് വേറൊരു പർപ്പസ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം. അവർ ഓണത്തിനാണ് വാഴയിലെല്ലാം കൊണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഹിഡൻ സീക്രട്ട് പോലെ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി കറികളൊക്കെ ആയിട്ട്. അവസാനം അവർക്ക് മനസ്സിലായത് ഊണ് തന്നെയാണ്. എങ്കിലും എക്സൈറ്റഡ് ആയിരുന്നു. കറി ലീവ്സ് കുറച്ച് തൂളി കൊടുക്കുക. അപ്പോൾ കറി ലീവ്സിന് ഒരു മണം കൊടുക്കുമല്ലോ, നല്ല സൂപ്പർ മണം വരുന്നുണ്ട് മത്തി വറുത്തതിൻ്റെ. തിരിച്ചിട്ട് മറിച്ചിട്ടും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നടക്കാൻ പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്നാണ് ജോലി കഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പൊഴിഞ്ഞ് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോഴാണ് നമ്മൾ വാഴയിലൊക്കെ നാട്ടിലത്തെ വാഴയുടെ ആ മണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എക്സ്പോർട്ട് ചെയ്ത് വരുന്നത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആ വാഴയിലയിൽ പൊടിഞ്ഞ് എല്ലാം കൂടി കറികളൊക്കെ യോജിച്ച് വരുമ്പോൾ ഒരു വ്യത്യാസമാണ്. അപ്പോൾ മത്തി ഫ്രൈ റെഡിയായി. ഇപ്പം നമുക്ക് അടുത്ത് ഒരു ചമ്മന്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. സാധാരണ തേങ്ങാ ചമ്മന്തി. ഒരു 10 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലിയല്ല, സാധാരണ. ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു 1/2 മുറി കാണും. ഞാൻ പാനിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തി. അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളിയുണ്ട്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുണ്ട്. അപ്പോൾ അതെല്ലാം അരച്ചെടുത്തു. ഇനി മുട്ട പൊരിക്കാനുള്ള കുഞ്ഞുള്ളി, കറി ലീവ്സ്, 3-4 പച്ചമുളക്, അത് കല്ലിൽ ചതച്ചിട്ടെടുക്കാം. സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുറത്ത് പോകാനുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഒരു 4 മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കാം നമുക്ക് ഇതിനകത്തേക്ക്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇതെല്ലാം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 4 മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ച് മാറ്റും. ബീറ്റ് ചെയ്യുമ്പോൾ പതഞ്ഞ് പൊങ്ങി വരും, മുട്ട പഫിയായിട്ട് വരും. പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക അല്പം. അതിലേക്ക് നമുക്ക് 2 മുട്ട 2 ഭാഗമായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. 4 വേണമെങ്കിൽ പൊരിക്കാം. ഞാനൊരു 2 പൊതിയാണ് കെട്ടുന്നത്, 2 പേർക്ക്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ മുട്ട പകുതി അടിച്ചു വെച്ചിരുന്ന പകുതി ചേർത്തു. അപ്പോൾ 2 മുട്ട പൊരിച്ചതാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാൻ പാകത്തിന്.
മുട്ട പൊരിച്ചത് കുഞ്ഞുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ആദ്യത്തെ മുട്ട പൊരിച്ച് റെഡിയായി. അത് മാറ്റി കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്തതും കൂടെ പൊരിച്ചെടുക്കാം. ഫിഷൊക്കെ ക്ലീനാക്കി കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമുക്കപ്പോൾ രണ്ടാമത്തെ മുട്ടയും പൊരിച്ചു. ഇതും കൂടെ റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു തോരനും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കെട്ടാനുള്ള സാധനങ്ങൾ റെഡിയാവും. അപ്പം ഞാൻ നീളത്തിലുള്ള റണ്ണർ ബീൻസ്, ബേബി ബീൻസാണ് കേട്ടോ. അതുകൊണ്ട് നാരൊന്നുമില്ലായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. തോരനും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട്. അപ്പോൾ ഒരു 2 കുഞ്ഞ് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തു, കറി ലീവ്സ് ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായപ്പം അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ചേർത്തു. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത്. കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ, 2 പിടി ബീൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചെറിയ ബീൻസൊക്കെ ആയതുകൊണ്ട് തന്നെ, ബേബി ബീൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. അപ്പോൾ അത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇച്ചിരി തേങ്ങ ചെറുകീരും ചേർത്ത് കൊടുക്കും. അപ്പോൾ ബീൻസ് തോരനും റെഡി. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ്. ഇല വാട്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇല പൊതിയാം. നമ്മുടെ പൊതിച്ചോറ് പൊതിയാം. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയും കുറച്ചുണ്ട് കേട്ടോ. പിന്നെ മാങ്ങാച്ചാറ്. എന്താ രുചിയെന്ന് അറിയാമോ? അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് റെഡിയാക്കി നോക്കണം. ഓക്കെ, ഞാൻ 2 പേർക്കുള്ള ചോറാണ് ഒരു ഇലയിൽ പൊതിയുന്നത്. എനിക്ക് 2 ഇലയേ ഉള്ളൂ. അപ്പോൾ ചോറ്, പഴയ ഓർമ്മകൾ വരുന്നു നമ്മൾ ചോറ് പൊതിയുമ്പോൾ. അപ്പോൾ ചോറ് ചേർക്കുക, കുത്തരി ചോറ്. ഒരു ചെറു ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് വാടി ടേസ്റ്റ് എല്ലാം അതിനകത്തേക്ക് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അല്പം ചോറും കൂടെ ഇടാം. കറികൾ ഓരോന്നായിട്ട് വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്ത കുട്ടികൾക്ക് ഊണ് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചത് ആദ്യം വെക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മത്തി വറുത്തത് ചേർക്കാം. അപ്പം 2 പേർക്കുള്ള ഊണാണിത്. ഒരു ഇലയിൽ ഞാൻ പൊതിയുന്നത്. ഒരു മത്തിയും കൂടെ വെക്കാം നമുക്ക്. ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി. ഇനി നമ്മുടെ ബീൻസ് തോരൻ റെഡിയാക്കി എടുത്തു ചേർക്കാം. ഇനി നമ്മുടെ ചുട്ടരച്ച തേങ്ങ ചമ്മന്തി. ഈ മാങ്ങാച്ചാറ്. വേറെ എന്ത് വേണം ഊണിന്? മത്തി വറുത്ത് ഞാൻ ഒന്നുകൂടെ വെച്ചു കേട്ടോ. അപ്പം ഇനി നമുക്ക് പൊതിയാം. അപ്പോൾ വാഴയിലിൽ പൊതിഞ്ഞൊരു പേപ്പറിൽ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നടക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. നടക്കാൻ പോയ കാഴ്ചകൾ എൻ്റെ അവസാനത്തെ നേടാം കേട്ടോ. നല്ലൊരു എക്സസൈസായിരുന്നു. പക്ഷേ 2-3 മണിക്കൂർ നടന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പേപ്പർ ഇട്ട് ആ പേപ്പറിനകത്ത് കൂടെ പൊതിഞ്ഞിട്ട് വെക്കാം നമുക്ക്. നമുക്കെപ്പോഴും പൊതിച്ചോറ് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെയാണ് വരുന്നത്. അതിനകത്ത് ആ മണമെല്ലാം കൂടെ കൂടി ഇലയിൽ വാടിയിരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്ക് അതൊരു എക്സൈറ്റ്മെൻറ്റും ആയിരിക്കും കേട്ടോ. അതെന്ത് കിട്ടാ എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. എല്ലാ കറികളും കൂട്ടി അവരൊന്ന് ട്രൈ ചെയ്ത്
പുള്ളി കഴിച്ചൊന്നുമില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു. അവരാദ്യം വിചാരിച്ചത് ഓണത്തിൻ്റെ സദ്യ എന്നാണ് വിചാരിച്ചത്. ഓണത്തിനാണല്ലോ വാഴയിലയിൽ ഒന്ന് കഴിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരിക്കലെങ്കിലും അവരെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് അങ്ങനെ പൊതിച്ചോറിൻ്റെ പണികൾ റെഡിയായി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പൊതി കൂടെ കെട്ടാൻ കേട്ടോ, ഒരെണ്ണം റെഡിയായി കഴിഞ്ഞു. പൊതിച്ചോറ് റെഡി. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട, തുറന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ വിളമ്പണ്ട, ഒന്നും ചെയ്യണ്ട, തുറക്കുക, കഴിക്കുക. അപ്പോൾ അടുത്ത പൊതിയും കൂടെ ഞാൻ കെട്ടിട്ട് കേട്ടോ. കുട്ടികൾക്കുള്ള പൊതിച്ചോറാണ്. പൊതിച്ചോറ് ഉണ്ട് കഴിഞ്ഞിട്ടുള്ള ഇല ഞാൻ കാണിക്കാം കേട്ടോ. ഒരു തരി പോലും ബാക്കിയില്ല, അതെല്ലാം തീർന്നിട്ടോ. അതുപോലെ അവരത്ര മുഴുവൻ കഴിച്ചില്ല, ഞാനാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും സെയിം, ചമ്മന്തി, ബീൻസ് തോരൻ എല്ലാം ഇതിനകത്ത് ചേർത്ത് വെച്ചു, അച്ചാറും ചേർത്തു. അപ്പോൾ ഇത് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പം എല്ലാ കറികളും നമ്മുടെ രണ്ടാമത്തെ പൊതിച്ചോറിലും ചേർത്ത് കൊടുത്തു ഞാൻ. ഇനി ഇതൊന്ന് പൊതിഞ്ഞിട്ട് പേപ്പറിലൊന്നുകൂടെ പൊതിഞ്ഞിട്ട് മാറ്റാം. അടക്കി കഴിയുമ്പോൾ ഇല അകത്തേക്ക് കയറ്റി വെച്ചെടുത്താൽ പിന്നെ വിടർന്ന് വരാതിരിക്കും. അപ്പോൾ ഇത് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് മാറ്റിട്ട് കേട്ടോ. ആദ്യത്തെ പൊളിച്ചോണ്ട് ഇച്ചിരി വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ 2 പേപ്പറിൽ പൊതിഞ്ഞു, ഞാൻ ഒരെണ്ണത്തിൽ പൊതിയുന്നത്. ഒരെണ്ണത്തിൽ പൊതിഞ്ഞെടുക്കുമായിരുന്നു കേട്ടോ എളുപ്പം. അപ്പോൾ 2 പൊതിച്ചോറുകളും റെഡിയായി. വന്നു കഴിഞ്ഞിട്ട് ഊണ് കഴിക്കുന്നതെന്ന് തുറന്ന് കാണിക്കാട്ടെ. ഞാനതിപ്പോൾ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോയ കാഴ്ചകൾ അവസാനം ചേർക്കാം. അപ്പോൾ പൊതിച്ചോറുകൾ റെഡി. നടന്ന് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഊണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എക്സൈറ്റ്മെൻറ്റ് പാർട്ട്. വാഴയിലയിൽ വാടിയിരിക്കുന്ന കറികൾ എല്ലാം കൂടെ കൂടി ചോറിന് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഊണ് കഴിക്കട്ടെ. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കുക. വാഴയില കിട്ടുമ്പോൾ നോക്കൂ, മീനിൻ്റെ ബോണല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം അവരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവർ തുറന്നപ്പോഴും. ആദ്യം ഓണസദ്യയാണെന്നാണ് ഓർത്തത്, പിന്നെയാണ് മനസ്സിലായത് ഇത് പൊതിച്ചോറാണെന്നുള്ള കാര്യം. നോക്കൂ, എഗ്ഗ്, അച്ചാറ്, ബീൻസ് തോരൻ, ബീട്രൂട്ട് മെഴുക്കുവരട്ടി, ചമ്മന്തി, ഫിഷ് ഫ്രൈ. പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് അവരിങ്ങനെ കഴിക്കണം കണ്ടപ്പോഴായിരുന്നു ഏറ്റവും സന്തോഷം തോന്നി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് GNV Vlogs. ബൈ.
I think so. Flight landing there, yeah? That one? Flight landing, see? Yeah, okay. Speedy for it.